നഗരസഭാ ചെയർമാൻ, സെക്രട്ടറി എന്നിവരുടെ പേരിനു മുന്നിൽ ഉപയോഗിച്ചു വരുന്ന ബഹുമാനപ്പെട്ട എന്ന വിശേഷണ പദം വേണ്ടെന്ന് ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർമാൻ സുമേഷ് അച്യുതൻ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, ആദ്യം തന്നെ കൂടെ നിന്ന മുഴുവൻ ചിറ്റൂരിലെ ജനാധിപത്യ വിശ്വാസികൾക്കും നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കാം. ഈ ചെയർമാൻ പദവിയിൽ കയറിയതിനു ശേഷം ആദ്യത്തെ പ്രഖ്യാപനം എന്താണ് എന്നുള്ള ചോദ്യങ്ങൾ പല പ്രാവശ്യം വന്നതാണ്. പൗരൻ ഭരണാധികാരി എന്ന വ്യത്യാസമില്ലാതെ ഇനി മുന്നോട്ട് പോകുക എന്നതാണ് ആദ്യത്തെ പ്രഖ്യാപനം. ആദ്യത്തെ തീരുമാനമായി നമ്മൾ മുൻകൂർ അനുമതിക്കായി ഇന്ന് കൊടുക്കണം. ഞാൻ വായിക്കാം. ജനാധിപത്യത്തിലെ പരമാധികാരികൾ ജനങ്ങളാണെന്ന ബോധ്യം ഉൾക്കൊള്ളാതെയാണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ ചിറ്റൂർ തത്തമംഗലം നഗരസഭ അതിനൊരു തിരുത്താവും. നഗരസഭാ ചെയർമാൻ, സെക്രട്ടറി എന്നിവരുടെ പേരിന് മുന്നിൽ ഉപയോഗിച്ചു വരുന്ന ബഹുമാനപ്പെട്ട എന്ന വിശേഷണ പദം ഇന്നു മുതൽ ഒഴിവാക്കുകയാണ്. ജനാധിപത്യത്തിൽ പൗരന് ലഭിക്കാതെ പോകുന്ന ഒരു ആദരവും വിശേഷണവും ജനസേവകരായ ഞങ്ങൾക്ക് വേണ്ട എന്നതാണ് നഗരസഭയുടെ തീരുമാനം. ജനാധിപത്യത്തിൽ പൗരന് ലഭിക്കാതെ പോകുന്ന ഒരു ആദരവും വിശേഷണവും ജനസേവകരായ ഞങ്ങൾക്ക് വേണ്ട എന്നതാണ് നഗരസഭയുടെ തീരുമാനം. പൗരന്മാരെ രണ്ടു തട്ടിലാക്കുന്ന ബഹു എന്ന വിശേഷണ പദം ഒഴിവാക്കി ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയും മനുഷ്യാന്തസ്സും പൗരാവകാശവും ചിറ്റൂരിലെ ഓരോ പൗരനും ഉറപ്പുവരുത്തുകയാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. ജനാധിപത്യത്തിലെ പരമാധികാരികൾ ജനങ്ങളാണെന്ന ബോധ്യം ഉൾക്കൊള്ളാതെയാണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ ചിറ്റൂർ തത്തമംഗലം നഗരസഭ അതിനൊരു തിരുത്താവും. സർക്കാർ നോട്ടീസുകളിൽ, ശിലാഫലകങ്ങളിൽ, ഔദ്യോഗിക കത്തുകളിൽ ബഹുമാനം രേഖപ്പെടുത്തി നൽകുമ്പോൾ അത് അധികാരത്തിന്റെ ഓർമ്മപ്പെടുത്തലാവുന്നു. പൊതുജന സേവകർ നിർബന്ധമായും ആദരിക്കപ്പെടേണ്ടവരും ബഹുമാനിക്കപ്പെടേണ്ടവരുമാണെന്ന തോന്നലുണ്ടാക്കുകയാണ്. ഇത്തരം വിശേഷണ പദപ്രയോഗം രാജഭരണത്തിന്റെയും കൊളോണിയൽ ഭരണത്തിന്റെയും അവശേഷിപ്പാണ്. തിരുമനസ്, തിരുവടികൾ, രാജാതിരാജൻ, മഹാരാജൻ തുടങ്ങിയ വിശേഷണ പദങ്ങളായിരുന്നു രാജഭരണകാലത്ത് അഭിസംബോധന പദങ്ങളായി ഉപയോഗിച്ചിരുന്നത്. രാജഭരണം നാടുനീങ്ങിയതോടെ ഈ പദങ്ങളും ഇല്ലാതെയായി. പക്ഷേ ഈ കീഴ്വഴക്കം മാത്രം ഇല്ലാതായില്ല. ജനാധിപത്യത്തിന്റെ വിടവിലൂടെ അഭിനവ രാജാക്കന്മാർ പുതിയ വിശേഷണ പദങ്ങളെ തിരുകി കയറ്റി. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ബഹുമാന്യരും ആരാധ്യരും സമാരാധ്യരും ആദരണീയരുമായി. ബഹു അല്പം കൂടിയ തലയെടുപ്പോടെ ഔദ്യോഗിക രേഖകളിലും ശിലാലിഖിതങ്ങളിലും ഇടം പിടിച്ചു. തിരുമനസ് ഏക വ്യക്തിയിലൊതുങ്ങിയെങ്കിൽ ബഹുമാനപ്പെട്ട ബഹുതല സ്പർശിയായി നിറഞ്ഞു. നഗരസഭയിലെ ഓരോ പൗരന്റെയും മനുഷ്യാന്തസ്സും തുല്യതയും പൗരാവകാശവുമാണ് ഇതിലൂടെ ഉറപ്പുവരുത്തുന്നത്. സർക്കാർ നോട്ടീസുകളിൽ, ശിലാഫലകങ്ങളിൽ, ഔദ്യോഗിക കത്തുകളിൽ ബഹുമാനം രേഖപ്പെടുത്തി നൽകുമ്പോൾ അത് അധികാരത്തിന്റെ ഓർമ്മപ്പെടുത്തലാവുന്നു, അശ്ലീലമാവുന്നു. പൊതുജന സേവകർ നിർബന്ധമായും ആദരിക്കപ്പെടേണ്ടവരും ബഹുമാനിക്കപ്പെടേണ്ടവരും ആകണമെന്ന തോന്നലുണ്ടാക്കുന്നു. രാജഭരണത്തിന്റെ അവശേഷിപ്പുകളും കൊളോണിയൽ വിശേഷണ പദപ്രയോഗങ്ങളും പൂർണ്ണമായി ഇന്നു മുതൽ ഈ നഗരസഭയിൽ ഒഴിവാക്കുന്നു.